രാവിലെ എണീറ്റപ്പം തന്നെ കാലിനൊരു പണി കിട്ടി, കാലൊന്ന് ഉളുക്കി. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പഴയൊരു വീടാണ്. ഞങ്ങളുടെ അമ്മൂമ്മ പറഞ്ഞൊരു പരിചയമുണ്ട്. ഞാൻ പണ്ട് പെടലി വിളിക്കപ്പോൾ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടോട്ട് പോവുക. അവരൊരു നാട്ടുവൈദ്യമാണ്. ഒന്ന വഴി നിങ്ങൾ കണ്ടോ, അവിടെ ഇവിടെയൊക്കെയുള്ള വീട്. പിന്നെ അതുവഴി ഇതിൽ കൂടെ ഒക്കെ പന്നി കാണും, അതൊന്നും നമ്മൾ നോക്കി വേണം പോവാൻ. അങ്ങനെ അവരെ വീണ്ടും അവിടെ എത്തി. ഇനി അവരോട് ചോദിക്കാൻ എങ്ങനെ വീഡിയോ എടുക്കുന്നത്, അവരോടൊന്ന് ചോദിക്കാം വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ ഇവരോട് കാര്യം പറഞ്ഞ്, അപ്പം എന്നോട് പറഞ്ഞ് തിരുമേണ്ട കാര്യമൊന്നുമില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് നടക്കാൻ പറ്റത്തില്ല, നല്ല വേദന ഉണ്ടെന്ന്. ഞാൻ നോക്കിയപ്പോൾ ഒരു 5 വള്ളി എടുത്തുകൊണ്ട് വന്ന് എന്തോ ഒരു പരിപാടി. നിങ്ങൾ കണ്ടോ അത്? എൻ്റെ കാലിലെ 5 വിരലിലും 5 വള്ളി മുറുക്കി അങ്ങ് കെട്ടി ആദ്യം. എൻ്റെ പൊന്നോ, ഞാൻ നോക്കിയപ്പോൾ ഒരു ഇരുമ്പമ്പി എടുത്തുകൊണ്ട് വരുന്നത്. എന്തിനാന്ന് ആർക്കറിയാം, ഇവരെന്ത് ചെയ്യാൻ പോകുന്നതെന്ന് ദൈവത്തിനറിയാം. എൻ്റെ വിരലിൽ കെട്ടിയ ബാക്കി വള്ളി എടുത്ത് ഞാൻ നോക്കിയപ്പോൾ കമ്പി മുറുക്കി കിട്ടുന്നു. എന്തിനാന്നോ ആവും. ആദ്യം അവരെന്നെ കമഴ്ത്തി കിടത്തി, എന്നിട്ട് ആ കമ്പിയിലോട്ട് 2 കാലും കൂടി ചവിട്ടി പിടിച്ച്, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമുന്നുണ്ട്. എന്തോന്ന് എനിക്കും അറിയത്തില്ല, ഞാനും ഫസ്റ്റായിട്ട് ഇങ്ങനെ വരുന്നത്. എന്നിട്ടൊരു പൊക്ക്. എത്ര ഞൊട്ട കയറ്റുന്നത് ദൈവത്തിനറിയാം. എന്തായാലും ചെയ്തപ്പം ചെറിയൊരു റിലീഫുണ്ട് എനിക്ക്. സംഭവം ഇത്രേ ഉള്ളു. പക്ഷെ ഞാനൊന്നും ആദ്യം പേടിച്ചു ആ കമ്പി കണ്ടപ്പോൾ. ഞാൻ എന്നിട്ട് മൂപ്പരോട് ചോദിച്ചു എത്ര രൂപയായെന്ന്. അപ്പം എന്നോട് പറഞ്ഞു എടാ പൈസ ഒന്നും വേണ്ട, നീ പൊക്കോന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു എടാ കാല് സൂക്ഷിക്കണം, ഒരുപാട് സ്ട്രെസ് ഒന്നും എടുക്കരുത്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇത് വീട്ടിലാരും ചെയ്യില്ല, ഇവർ പാരമ്പര്യമായിട്ട് ഇത് ചെയ്യുന്ന കുടുംബമാണ്. പിന്നെ എനിക്ക് അമ്മൂമ്മൻ പറഞ്ഞു തന്ന നല്ല പരിചയമുണ്ട്, ഇവരുടെ അടുത്ത് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ്, ആ ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. എന്തായാലും പരിപാടി കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. കുഴപ്പമില്ല, ചെറിയൊരു ആശ്വാസമുണ്ട്. എന്തായാലും നോക്കാം 2 ദിവസം സംഭവങ്ങളുണ്ടെന്ന്. പിന്നെ ഇതാരും അങ്ങനെ ചെയ്യരുത്, ഇവർ പണ്ടോട്ടേ ചെയ്യുന്നതായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വീഡിയോ കണ്ടിട്ട് സബ് ചെയ്യണേ. കുറേ പേര് സബ് ചെയ്യാതെ കാണുന്നുണ്ട്. ഒന്ന് സബ് ചെയ്ത് വിട്ടേക്കേ.